അപ്പോൾ ആദ്യം തന്നെ നായകനായിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഞാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ജിതിൻ്റെ മുന്നത്തെ വർക്ക് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവിക എന്നാണ് അതിൻ്റെ പേര്. 30 സെക്കൻഡിലൊരു ഷോർട്ട് ഫിലിമാണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കഥ പറച്ചിൽ. 30 സെക്കൻഡ് അതിൽ ഭയങ്കര രസകരമായിട്ട് ആ കഥ പറഞ്ഞ് തീർത്ത സാധനമാണ്. അപ്പം അതിൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞപ്പോഴാണ് റൈറ്റർ ഇവനാണ് എഴുതിയത്, നമ്മുടെ ഇതിൻ്റെ ക്യാമറ ചെയ്ത ഹിമലാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് എന്നിലേക്ക് ഈ സിനിമ വരുന്നത്. അപ്പം ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ ഒരു എഴുത്തും അതിൻ്റെ ഭംഗിയൊക്കെയാണ് എന്നിലേക്ക് ഇത് ആകർഷിച്ചത്. നമ്മളൊരു 10-15 ദിവസം കൊണ്ട് ഒരു വീട്ടിൽ തന്നെ ഇന്ന് അവിടെ തന്നെ താമസിച്ച് നമ്മൾ തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തൊരു പടമാണ്. ബേസിക്കലി നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് ഫിലിം ഫെസ്റ്റിവലിൽ അയക്കുക. അവിടെ സെലക്ട് ചെയ്യുകയോ ഇല്ലയോ എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ അയച്ചു, സെലക്ട് ചെയ്തു. IFFKയിൽ നല്ല റിസപ്ഷൻ ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടിയിട്ടാണ് എഴുതിയത്. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ IFFKയിൽ സിനിമ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും സ്ക്രീനിൻ്റെ അടുത്ത് വന്നിട്ട് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആൾക്കാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എന്ത് പറയണം, കാരണം പടം ഫുൾ ആൾക്കാർ കണ്ട് എല്ലാവരും ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംസാരിക്കണം എന്നറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് മനസ്സിൽ വിചാരിച്ച് അത് വെച്ചിട്ട് പറഞ്ഞു തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചു തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗ് നീ പേസക്കൂടാതെ പടം താൻ പേസണം എന്നുള്ള ഡയലോഗായിരുന്നു ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഡയലോഗിന് തന്നെ ഭയങ്കര ഐഡിയായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്ത സിനിമയാണ്, ഞങ്ങൾ പറയേണ്ടതല്ല ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്. ആ ഡയലോഗ് കാർത്തിക് സാറിൻ്റെ ഇരവി എന്ന് പറഞ്ഞ സിനിമയിൽ സാർ എഴുതിയ ഡയലോഗാണ്. അപ്പോൾ അന്ന് തന്നെ ഒരു യൂണിവേഴ്സൽ കോൺസ്പിറസി ഉണ്ടായിരുന്നു, ഇത് നമ്മളിലേക്ക് എത്തും എന്നുള്ളൊരു പരിപാടി. പിന്നീടാണ് സ്റ്റോൺ ബെഞ്ചിലേക്ക് പടം പോകുന്നതും അവർ പടം കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നതും. കാർത്തിക് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ത്രില്ലം പടമാണ്. പ്രോപ്പർ എൻഗേജിങ് ആയിട്ടുള്ളൊരു 2 മണിക്കൂറിൽ നമ്മൾ കഥ പറയുമ്പോൾ പ്രോപ്പർ ത്രില്ലർ ജോണറിലുള്ള ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമാണ്. അതിനൊരു അക്കാഡമിക് മൂവി ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേവരെ ചെയ്തെത്തുന്ന ഞാൻ ഹ്യൂമർ പരിപാടികളാണ് ഇത്ര നാൾ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വേറൊരു ഇതിൽ നിൽക്കുന്ന ഒരു പടമാണ്. കംപ്ലീറ്റ്ലി കുറേ ഇമോഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ്.